കഴിഞ്ഞ ലെസണിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ പരിചയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിലും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ചില കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കാനുണ്ട്. അതായത് നമ്മൾ പതിവായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളുടെ ശീലങ്ങളാവാം, അല്ലെങ്കിൽ ഒരാൾ സ്ഥിരം ചെയ്യുന്ന ചില പ്രവൃത്തികളാവാം. ഉദാഹരണം, ഒരാളിപ്പോൾ മദ്യപിക്കുകയാണെങ്കിൽ മദ്യപിക്കുക, സ്മോക്ക്, പുകവലിക്കുക, അതൊക്കെ അയാളുടെ ദുശ്ശീലങ്ങളാണ്. പിന്നെ പതിവുകൾ, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, ഒരു 8 o'clock കുളിക്കുക, 9 o'clock ഓഫീസിലേക്ക് പോവുക, ഇതൊക്കെ അയാളുടെ പതിവ് സംഭവങ്ങളാണ്. അപ്പോൾ ഒരാളുടെ ശീലങ്ങളും പതിവ് സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ അതിൽ സബ്ജക്റ്റ് ഏകവചനമായി വന്നാൽ വെർബിൻ്റെ കൂടെ V1, നമ്മൾ വെർബ് V1, V2, V3 എന്ന് പറഞ്ഞിരുന്നു. പ്രസൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസൻറ്റ് നമ്മൾ V1 എന്ന് പറയും, അത് സൗകര്യത്തിന് വേണ്ടി V1 എന്ന് പറയുന്നതാണ്, വെർബ് 1 എന്ന് പറയുന്നതാണ്. പാസ്റ്റ് ടെൻസ് നമ്മൾ V2 എന്ന് പറയും, പാസ്റ്റ് പാർട്ടിസിപ്പിൾ തേർഡ് ഫോമിനെ നമ്മൾ V3 എന്നും പറയും. അപ്പോൾ സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ നമ്മൾ V1ൻ്റെ കൂടെ നിർബന്ധമായിട്ടും എസ് ചേർത്തിരിക്കണം. ഹി, ഷീ, ഇറ്റ്, അമൽ, ജോൺ, ജിമ്മി എന്നൊക്കെ പറയുമ്പോൾ സബ്ജക്റ്റുകൾ ഏകവചനമുള്ളൂ. അപ്പോൾ നമ്മളത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്രസൻറ്റ് എഴുതുമ്പോൾ എപ്പോഴും റൈറ്റ് ആണെങ്കിൽ റൈറ്റ്സ്, ഷീ റൈറ്റ്സ്, ഹി റൈറ്റ്സ്, ജിമ്മി റൈറ്റ്സ്. ഗോ ആണെങ്കിൽ ഷീ ഗോസ്, ഹി ഗോസ്, ജിമ്മി ഗോസ്, ഐസക് ഗോസ്, അങ്ങനെ പറയണം. ഡ്രിങ്ക് ആണെങ്കിൽ ഹി ഡ്രിങ്ക്സ്, അവൻ മദ്യപിക്കാറുണ്ട്. ഷീ ഡ്രിങ്ക്സ്, ജോൺ ഡ്രിങ്ക്സ്. സ്മോക്ക് ആണെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ എസ് ചേർത്ത് പറഞ്ഞിരുന്നു. ബഹുവചനമാണെങ്കിൽ എസ് ചേർക്കേണ്ട, റൈറ്റിന് റൈറ്റ്, ഡ്രിങ്കിന് ഡ്രിങ്ക്, സ്മോക്കിന് സ്മോക്ക്, വേക്കപ്പിന് വേക്കപ്പ്, അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മൾ മലയാളത്തിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോം സാധാരണ എങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറ് എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. പലരും പല രീതിയിൽ പറയും. അതായത് ഷീ റൈറ്റ്സ് ചിൽഡ്രൻസ് സ്റ്റോറീസ്, അവൾ കുട്ടികളുടെ സ്റ്റോറീസ് എഴുതാറുണ്ട്. അത് പതിവാണല്ലോ, എഴുതാറുണ്ട്, അല്ലെങ്കിൽ എഴുതും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എഴുതുമെന്ന് പറയുമ്പോൾ ഹീ വിൽ കം നെക്സ്റ്റ് വീക്ക്, അവൻ അടുത്ത ആഴ്ച വരും. ആ വരും എന്ന് പറഞ്ഞ പോലെയുള്ളൊരു സംഭവമല്ല. നേരെ മറിച്ച് പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു മലയാളമാണ് അതിൻ്റെ എഴുതും എന്നുള്ളത്. എഴുതാറുണ്ട്, എഴുതും. അതുപോലെ തന്നെ ഈ എഴുതാറുണ്ട്, എഴുതും, അതിൻ്റെ തന്നെ അതേ വെർബ് തന്നെ ഉപയോഗിച്ചാണ് എഴുതാറുള്ള, എഴുതുന്ന. ഫോർ എക്സാമ്പിൾ, ഷീ റൈറ്റ്സ് ചിൽഡ്രൻസ് സ്റ്റോറീസ് എന്നുള്ളത് അവൾ ചിൽഡ്രൻസിന് സ്റ്റോറീസ് എഴുതാറുണ്ടെന്നുള്ളത് അവൾ എഴുതാറുള്ള സ്റ്റോറീസ് എന്നാക്കണമെങ്കിൽ, അതായത് എഴുതാറുണ്ട് എന്നുള്ളത് എഴുതാറുള്ള എന്നും, അല്ലെങ്കിൽ അവൾ ചിൽഡ്രൻസിന് സ്റ്റോറീസ് എഴുതുമെന്നുള്ളത് അവൾ എഴുതുന്ന സ്റ്റോറീസ്, അങ്ങനെ എഴുതും എന്നത് എഴുതുന്ന എന്നാക്കാനും എഴുതാറുണ്ട് എന്നുള്ളത് എഴുതാറുള്ള എന്നാക്കാനും നമ്മൾ ഇതേ വെർബ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മാറ്റങ്ങൾ വരുത്തുന്നില്ല വെർബിൽ. സബ്ജക്റ്റ് അനുസരിച്ച് എസ് ചേർന്ന് വരും, എസ് ഇല്ലാതെയും വരും. എന്നാൽ അങ്ങനെ നമുക്ക് എഴുതണമെങ്കിൽ നമുക്കതിന് റിലേറ്റീവ് ആഡ്വർബ്സ്, ഇത് റിലേറ്റീവ് എന്ന് വായിക്കരുത്, അത് തെറ്റായ മലയാളമാണ്. തെറ്റായ മലയാള ഉച്ചാരണമാണത്. റിലേറ്റീവ് എന്ന് പറയും. റിലേറ്റീവ് എന്ന് റിലേഷൻ, റിലേറ്റീവ്. അപ്പോൾ റിലേറ്റീവ് ആഡ്വർബ്സ് ചേർത്താണ് നമ്മൾ അങ്ങനെ ആക്കുന്നത്. ഷീ റൈറ്റ്സ് ചിൽഡ്രൻസ് സ്റ്റോറീസ് എന്നുള്ളത് അവൾ കുട്ടികളുടെ സ്റ്റോറീസ് എഴുതാറുണ്ട് എന്നുള്ളത് അവൾ എഴുതാറുള്ള സ്റ്റോറീസ് എന്നോ, അല്ലെങ്കിൽ അവൾ എഴുതാറുള്ള കുട്ടികളുടെ സ്റ്റോറീസ് എന്നോ, അല്ലെങ്കിൽ അവൾ എഴുതുന്ന സ്റ്റോറീസ് എന്നോ ഒക്കെ ആക്കാൻ വേണ്ടി നമ്മൾ റിലേറ്റീവ് ആഡ്വർബ്സ് ഉപയോഗിക്കുന്നു. ഈ റിലേറ്റീവ് ആഡ്വർബ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു സമയത്തെ സംബന്ധിച്ച്, അതായത് അവൻ 5 മണിക്ക് എഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ അവിടെ സമയം അവിടെ ഒരു സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സമയത്തെ സൂചിപ്പിക്കുമ്പോൾ അത് എപ്പോൾ എന്നുള്ള ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടി, ആ ഒരു ഐഡിയ വരാൻ വേണ്ടി നമ്മൾ വെൻ ഉപയോഗിക്കും. വേറെ എന്നുള്ള എവിടെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവൾ താമസിക്കുന്ന ഡൽഹിയിലാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ഥലമുള്ള സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തെ സൂചിപ്പിക്കാൻ, അതായത് അവൾ താമസിക്കുന്ന സ്ഥലം എന്നാക്കണമെങ്കിൽ ആ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ, അപ്പോൾ അവൻ എഴുന്നേൽക്കുന്ന സമയം എന്ന് പറയാൻ വേണ്ടി നമ്മൾ വെൻ ഉപയോഗിക്കുകയാണെങ്കിൽ, അവൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയാൻ വേണ്ടി നമ്മൾ വേറെ ഉപയോഗിക്കും. പിന്നെ
ഒരാളെ കണ്ടു എന്നുള്ളത് കണ്ട ആരെയാണോ കണ്ടത് അങ്ങനെ ആ വ്യക്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ ഹൂ ഉപയോഗിക്കും. പിന്നെ ഇൻ വിച്ച്, അറ്റ് വിച്ച്, ഓൺ വിച്ച് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഫോർമൽ രൂപങ്ങളാണ്. നമ്മൾ ഫോർമൽ രൂപങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ കുറച്ചുകൂടി പ്രിസൈസ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യം കൃത്യമായിരിക്കണം. ഒരു ഡബിൾ മീനിങ് ഒന്നും അവിടെ ഒരിക്കലും വരാൻ പാടില്ല. അതിനുവേണ്ടി നമ്മളെപ്പോഴും ഫോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫോർമലായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻ വിച്ച്, അറ്റ് വിച്ച്, ഓൺ വിച്ച് എന്നൊക്കെ പറയും. ഈ ഓണൊക്കെ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ദിവസങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഓൺ മൺഡേ, ഓൺ സൺഡേ അങ്ങനെയുള്ള പറയുന്നത്. അപ്പോൾ ആ ഓൺ എന്നുള്ള ആ പ്രപ്പോസിഷൻ കയറി വരാൻ വേണ്ടി നമ്മൾ ഓൺ വിച്ച് പറയും. പിന്നെ അറ്റ് 5 o'clock എന്ന് പറയുമ്പോൾ ഒരു അറ്റ് വരുന്നുണ്ട് അവിടെ. ആ അറ്റ് എന്നുള്ള പ്രപ്പോസിഷൻ വരുന്നുണ്ട്. ആ അറ്റ് എന്നുള്ള പ്രപ്പോസിഷനെ സൂചിപ്പിക്കാൻ നമ്മളെന്താണ് അറ്റ് വിച്ച് പറയും. അങ്ങനെയാണ് ഇൻ വിച്ച്, അറ്റ് വിച്ച്, ഓൺ വിച്ച് എന്നുള്ള ഫോർമൽ യൂസേജസ് ഇതിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് സാധാരണ ഇൻഫോർമൽ ലാംഗ്വേജിലും പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിലും നമുക്ക് എന്താണ് അറ്റ് വിച്ചും ഇൻ വിച്ചും ഓൺ വിച്ചൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ദാറ്റ്, വെന്ന്, വെയർ, ഹൂ എന്നിവ ഉപയോഗിച്ചാൽ മതി. ചില സന്ദർഭങ്ങളിൽ എന്താണ് വെറും ദാറ്റ് മാത്രം എന്താണ് നമുക്ക് ഉപയോഗിച്ച് പോയാൽ മനസ്സിലാവും ഒട്ടുമിക്ക കേസുകളിലും. പിന്നെ വെന്നിൻ്റെ ഭാഗത്ത് നമുക്കെന്താണ് ദാറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥകൾ, സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇൻ വിച്ച്, അറ്റ് വിച്ച്, ഓൺ വിച്ച് എന്നിവ ഫോർമൽ യൂസേജിനുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ ഇൻഫോർമൽ യൂസേജ് അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റൈലിന് ഉപയോഗിക്കുന്ന റിലേറ്റീവ് ആഡ്വർബ്സ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എഴുതിയ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കാം. ഷീ റൈറ്റ്സ് ചിൽഡ്രൻസ് സ്റ്റോറീസ്. അവൾ ചിൽഡ്രൻസ് സ്റ്റോറീസ് അവൾ എഴുതാറുണ്ട്. ഇനി നമ്മൾ ആ എഴുതാറുണ്ടെന്നുള്ള എഴുതുന്ന എന്നാക്കണമല്ലോ. ദ സ്റ്റോറീസ് ദാറ്റ് ഷീ റൈറ്റ്സ്. അവൾ എഴുതാറുള്ള സ്റ്റോറീസ്. ദ സ്റ്റോറീസ് ദാറ്റ് ഷീ റൈറ്റ്സ് ആകുന്നു ചിൽഡ്രൻസ് സ്റ്റോറീസ്. അവൾ എഴുതാറുള്ള സ്റ്റോറീസ് ചിൽഡ്രൻസ് സ്റ്റോറീസ് ആകുന്നു. ഇത് കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് ചിൽഡ്രൻസ് സ്റ്റോറീസ്. അത് ചിൽഡ്രൻസിൻ്റെ സ്റ്റോറീസാണ്. ദാറ്റ് ഷീ റൈറ്റ്സ്. അവൾ എഴുതാറുള്ളത് ചിൽഡ്രൻസിൻ്റെ സ്റ്റോറീസാണ്. ഈ ഫോമാണ് പറയാൻ കുറച്ചുകൂടി കൺവീനിയൻറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റൈലും. ഇങ്ങനെയൊക്കെ എഴുതേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഇത് റിലേറ്റീവ് ആഡ്വർബ് ഭാഗം വരുന്നത് എന്താണ് ദാറ്റ് ഷീ റൈറ്റ്സ്. ഈ ഭാഗമാണ് റിലേറ്റീവ് ആഡ്വർബിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് സ്റ്റോറീസ് അങ്ങനെ ഒരു വ്യക്തിയല്ല, പിന്നെ സമയമല്ല, ഒരു സ്ഥലമല്ല. അതുകൊണ്ട് നമുക്ക് ദാറ്റ് ഉപയോഗിച്ചാൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ ദാറ്റും സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റൈലിൽ എന്താണ് ഇൻഫോർമൽ സ്റ്റൈലിലൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ദ സ്റ്റോറീസ് ഷീ റൈറ്റ്സ് ആർ ചിൽഡ്രൻസ് സ്റ്റോറീസ് അങ്ങനെ പറഞ്ഞാൽ മതി, ദാറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ദ സെയിം അപ്ലൈസ് ചെയ്യുക. ഇറ്റ് ഈസ് ചിൽഡ്രൻസ് സ്റ്റോറീസ് ഷീ റൈറ്റ്സ്. അവൾ എഴുതാറുള്ളത് ചിൽഡ്രൻസിൻ്റെ സ്റ്റോറീസാണ്. ലെറ്റ് us add one more എക്സാമ്പിൾ സെൻറ്റൻസ്. അടുത്ത സെൻറ്റൻസ് നോക്കുക. ഇവിടെ വെർബ് ലവ് ആണ്. ലവ്, ലവ്ഡ്, ലവ്ഡ്. ഐ ലവ് ഇംഗ്ലീഷ് മൂവീസ് മോസ്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇംഗ്ലീഷ് മൂവീസാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഇഷ്ടപ്പെടുന്ന എന്നാക്കാൻ വേണ്ടി നമ്മൾ ദാറ്റ് ഐ ലവ് എന്നാക്കി. ദ മൂവീസ് ദാറ്റ് ഐ ലവ് മോസ്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മൂവീസ് ആകുന്നു ഇംഗ്ലീഷ് മൂവീസ്. അങ്ങനെ പറയണമെന്നില്ല, കുറച്ചുകൂടി സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താണ് ഇറ്റ് ഈസ് ഇംഗ്ലീഷ് മൂവീസ് ദാറ്റ് ഐ ലവ് മോസ്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ ലവ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മൂവീസാണ്. നമുക്ക് ദാറ്റ് വരുന്നത് ഈ ദാറ്റെല്ലാം ഓപ്ഷനിലാണെന്ന് പറഞ്ഞല്ലോ. ദ മൂവീസ് ഐ ലവ് മോസ്റ്റ് ആർ ഇംഗ്ലീഷ് മൂവീസ് എന്ന് മതി. ഇറ്റ് ഈസ് ഇംഗ്ലീഷ് മൂവീസ് ഐ ലവ് മോസ്റ്റ്. അങ്ങനെ ദാറ്റ് നമ്മൾ വിട്ട് കളയുന്നത് ഇൻഫോർമൽ സ്റ്റൈലിലും, അത് ഫോർമൽ അല്ലാത്ത ഔപചാരികമല്ലാത്ത സ്റ്റൈലിലും സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റൈലിലുമാണ് അങ്ങനെ ദാറ്റൊക്കെ നമ്മൾ വിട്ട് കളയുന്നത്. ഇനി നമുക്ക് വെയർ വെയർ റിലേറ്റീവ് ആഡർബായിട്ട് വരുന്ന സെൻറ്റൻസുകളൊന്ന് നോക്കാം. ഇവിടെ ഈ സെൻറ്റൻസ് നമ്മൾ റിലേറ്റീവ് ആഡർബായ വെയർ ഓർ ഇൻ വിച്ച് ഉപയോഗിച്ചാണ് നമ്മൾ സെൻറ്റൻസ് ഇവിടെ നോക്കുന്നത്. ദ ലിവ് ഇൻ എ ഫ്ലാറ്റ്. അവരൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്.
അപ്പോൾ ഒരു ഫ്ലാറ്റിൽ അവർ താമസിക്കുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെ ആക്കണം? അവർ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലാണ് എന്നാക്കി മാറ്റണം. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് ഇൻ എ ഫ്ലാറ്റ്, അതൊരു ഫ്ലാറ്റിലാണ്. ഇൻ വിച്ച് വെയർ ദ ലിവ്, ഇവിടെ ഇൻ വിച്ച് ഫോർമൽ സ്റ്റൈലാണ്. ഇൻ വിച്ച് എന്ന് പറഞ്ഞാൽ ഏതിലാണോ അവിടെ, എവിടെയാണോ അവിടെ, അങ്ങനെ വരുന്നത്. ഈ ഫോർമൽ സ്റ്റൈൽ എഴുതാൻ കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു റീഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ടുമുട്ടി, ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കണ്ടുമുട്ടിയാൽ ഇത് വെയർ എന്നുള്ളതിന് പകരമായിട്ട് ആണ് ഇൻ വിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റൈലിലോ ഇൻഫോർമൽ സ്റ്റൈലിലോ ഒന്നും ഇത് പറയേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് വെയർ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സ്ഥലമാണെങ്കിൽ നമ്മൾ വെയർ ഉപയോഗിക്കണം. നമ്മൾ ദാറ്റ് ഉപയോഗിച്ചത് സ്ഥലത്തിനല്ല, വസ്തുക്കൾക്കാണ്. സ്റ്റോറീസ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കാണ്, മൂവീസ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മൾ ദാറ്റ് ഉപയോഗിച്ചത്. ഇറ്റ് ഈസ് ഇൻ എ ഫ്ലാറ്റ് വെയർ ദ ലിവ്, അവർ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലാണ്. ദ പ്ലേസ് ഇൻ വിച്ച് വെയർ ദ ലിവ് ഈസ് എ ഫ്ലാറ്റ്. ഇങ്ങനെയൊക്കെ വളഞ്ഞ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സെൻറ്റൻസിന് ധാരാളമാണ്. ഇനി ഇങ്ങനെ കുറച്ചുകൂടി ഫോർമലാക്കി പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദ പ്ലേസ് വെയർ ദ ലിവ് ഈസ് എ ഫ്ലാറ്റ്, അത്രയും മതി. പിന്നെ ഒരുപാട് ഫോർമുലാക്കി ദ പ്ലേസ് ഇൻ വിച്ച് ദ ലിവ് ഈസ് എ ഫ്ലാറ്റ് എന്ന് പറയേണ്ട ആവശ്യമൊന്നും സാധാരണഗതിയിൽ വരാറില്ല. അപ്പോൾ നമുക്ക് ഒരു സെൻറ്റൻസ് ഇനി നമുക്ക് വെൻ വെച്ച് നോക്കാം. ഇവിടെ നമുക്ക് റിലേറ്റീവ് ഓർഡർ വെൻ ആയിട്ട് വരുന്ന സെൻറ്റൻസ് എടുക്കാം. ദേ ഗോ ഓൺ വെക്കേഷൻ ഇൻ മെയ് എവരി ഇയർ. ടൂറ് പോവുക, വെക്കേഷൻ പോവുക, ഹോളിഡേക്ക് പോവുക, അതൊക്കെ നമ്മൾ ഗോവിൻ്റെ കൂടി ചേർക്കുന്ന ഓണാണ്, ഫോറല്ല, പ്രധാന ശ്രദ്ധ വേണം. ദേ ഗോ ഓൺ വെക്കേഷൻ ഇൻ മെയ് എവരി ഇയർ. അവർ എല്ലാ വർഷവും മെയ്യിലാണ് വെക്കേഷന് പോകുന്നത്. ഇറ്റ് ഈസ് ഇൻ മെയ് വെൻ ഓർ ദാറ്റ്, ഇവിടെ ദാറ്റും സൂട്ടബിളാണ്. ദേ ഗോ ഓൺ വെക്കേഷൻ, അവർ വെക്കേഷന് പോകാറുള്ളത് മെയ്യിലാണ്. ഇവിടെ കുറച്ചുകൂടി ഫോർമുലാക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ മെയ് ഇൻ വിച്ച് എന്നാക്കി മാറ്റാം. വെൻ ദേ ഗോ ഓൺ വെക്കേഷൻ. അപ്പോൾ നോർമൽ കേസുകളിൽ ഇറ്റ് ഈസ് ഇൻ മെയ് വെൻ ഓർ ദാറ്റ് ദേ ഗോ ഓൺ വെക്കേഷൻ, അവർ വെക്കേഷന് പോകാറുള്ളത് മെയ്യിലാണ്. ഇനി നമുക്ക് ഹൂം വരുന്നൊരു സെൻറ്റൻസ് നോക്കാം. ഇവിടെ നോക്കാം, നമ്മൾ ഒരു വ്യക്തികളെ പറയുമ്പോൾ നമ്മൾ ഹൂ ഉപയോഗിക്കുക. അതായത് വെൻ എപ്പോഴാണ് അപ്പോൾ, ദാറ്റ് എന്താണോ അത്, ഹൂം ഫോർമൽ അങ്ങനെയാണ്. ഹൂം ആരെയാണോ അയാളെ, ആ ഫോർമായിട്ടുള്ള ഹൂം പിന്നീട് എന്താണ് യൂസേജിൽ എന്താണ് ക്രമേണ ഹൂ മാത്രമായി. അപ്പോൾ ഹൂം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് അത്രയേറെ ഫോർമുലായിട്ടുള്ള സന്ദർഭങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. സാധാരണ നോർമൽ ഇംഗ്ലീഷിൽ ഹൂ തന്നെ മതി. അപ്പോൾ ഹൂ ആരെയാണ് അയാളെ എന്നാണ് മീനിങ് വരുന്നത്. വെയർ എവിടെയാണോ അവിടെ നിന്നൊക്കെ മീനിങ് വരുന്ന പോലെ. ജിമ്മി ലവ്സ് നിമി. ജിമ്മി നിമിയെ ലവ് ചെയ്യുന്നു. ഇറ്റ് ഈസ് നിമി ഹൂ ജിമ്മി ലവ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നിമി ദാറ്റ് ജിമ്മി ലവ്സ്. ജിമ്മി ലവ് ചെയ്യുന്നത് നിമ്മിയെയാണ്. ഇത് രണ്ടും വേണ്ട. ഇറ്റ് ഈസ് നിമി ജിമ്മി ലവ്സ്. ജിമ്മി ലവ് ചെയ്യുന്നത് നിമിയെയാണ്. പക്ഷേ ഇത് എല്ലാ സന്ദർഭങ്ങളും നമുക്ക് എല്ലാം വിട്ടുകളയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ഇൻ എ ഫ്ലാറ്റ് വെയർ ദേ ലിവ് എന്ന് പറയുമ്പോൾ അത്തരം സന്ദർഭങ്ങൾ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. കാരണം അവർ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. അല്ലാതെ ഫ്ലാറ്റിനെ സ്നേഹിക്കുന്ന പോലുള്ള സംഭവമല്ല. അവർ ഫ്ലാറ്റിൽ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളെന്താണ് ഇൻ വിച്ചോ വേറെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ മുൻപെഴുതിയ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ കമ്പയർ ചെയ്ത് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.